ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ എന്ന് ഈ വീഡിയോന് പറയാൻ പറ്റില്ല, കാരണം ഈ വീഡിയോയിൽ ഞാനില്ല. ദേവേട്ടൻ്റെ ഫ്രണ്ട്സും കൂടിയിട്ട് ഒരു യാത്ര പോയ വീഡിയോ ആണിത്. ദേവേട്ടന് മൊത്തം സന്തോഷം കണ്ടില്ലേ, ഞാനില്ലാത്തതുകൊണ്ടായിരിക്കണം ഈ സന്തോഷം. ചുമ്മാ പറഞ്ഞതാണ്. എനിക്കതൊന്നും അറിയത്തില്ല ചേട്ടൻ. എനിക്ക് തൊഴാൻ മാത്രമേ അറിയുള്ളൂ. അല്ലാതെ അവക്ക് രണ്ടെണ്ണം, എനിക്ക് ഇത് ഒരെണ്ണം തന്നെ ധാരാളമാണ്. ഈ മൂന്നെണ്ണം ഇട്ടാലും രണ്ടെണ്ണം ഇട്ടാലും ഒരു എഫക്റ്റ് ആയിരിക്കും. കൊല്ലത്തുള്ള മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ലേക്ക് ആൻഡ് റിവർ എന്ന് പറയുന്ന റിസോർട്ടിലാണ് കേട്ടോ അവർ ട്രിപ്പ് പോയത്. ഈ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഈ ട്രിപ്പിന് വരാൻ മനസ്സ് കാണിക്കാത്ത ചിലരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ഈ ലേക്ക് ആൻഡ് റിവർ എന്ന് പറയുന്ന റിസോർട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് പ്രൈവറ്റ് സ്വിമ്മിംഗ് പൂൾ. റിസോർട്ടിന് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിന് പുറമെ അവർക്ക് ഈവനിങ്ങിൽ ഗ്രിൽ ചെയ്തിട്ട് കുക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. 2 days ആണ് അവരവിടെ സ്റ്റേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 2 ദിവസത്തിൽ ആദ്യത്തെ ദിവസം ചിക്കൻ ബാർബിക്യൂ ആണ് ഉണ്ടാക്കിയത്. ദേവേട്ടൻ നന്നായി ഉണ്ടാക്കിയെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്, സത്യമാണോ എന്നറിയില്ല. 2ാമത്തെ ദിവസം ഫിഷ് ബാർബിക്യൂ ആണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്നു. അവരവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഓൾറെഡി ഫുഡ്സൊക്കെ അവർ തന്നെ കൊടുക്കുന്നുണ്ട്, ഡിന്നറും ലഞ്ചും എല്ലാം. അതിന് പുറമെയാണ് അവർക്ക് ഈ ഒരു ഫെസ്റ്റിവൽ. അപ്പോൾ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് കുക്ക് ചെയ്യുന്നു, കുറേ കോമഡികൾ, അതുപോലെ കുറേ ഫണ്ണ്, പാട്ടും സോങ്ങും ഡാൻസും ഒക്കെ ആയിട്ട് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അവിടെ. ദേവേട്ടിൻ്റെ കാലിൽ ഒരു മുറിയുടെ ഒരു ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ ആക്സിഡൻറ്റിലൊരു മുറി പറ്റിയെന്ന്. അതുകൊണ്ട് ദേവേട്ടിന് സ്വിമ്മിംഗ് പൂളിലൊന്നും ഇറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ദേവേട്ടൻ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ഈ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. കാരണം സ്വിമ്മിംഗ് പൂളിലോ അതുപോലെ അവിടെ കയാക്കിങ് ഉണ്ട്, കായലിൽ യാത്ര, തോണിയിലുള്ള യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ദേവേട്ടന് വേണ്ട പോലെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആളാകെ എൻജോയ് ചെയ്തത് കുക്കിങ്ങിൻ്റെ കാര്യത്തിലും ഈ ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും മാത്രമാണെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ എന്തായാലും അവരുടെ ഒരു ടീം നല്ല അടിപൊളി ടീമാണ്. സാജൻ ചേട്ടൻ ഉണ്ടായിരുന്നു, അതുപോലെ ബിന്നി ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നു, ശ്വേത ഉണ്ടായിരുന്നു, ജോഷ്ന ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അവരെയൊന്നും അത്ര പേഴ്സണലായിട്ട് അറിയില്ല. എനിക്ക് സാജൻ ചേട്ടനെയും ബിന്നിനെയും മാത്രമേ അറിയുള്ളൂ. നിങ്ങളൊക്കെ എടുക്കുന്ന ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് ഗ്രൂപ്പിലിടുകയും ഞാനും സഞ്ജയനോട് വെറുതെ ഇരിക്കുകയാണ്, ഞങ്ങൾക്ക് ഗ്രൂപ്പിലിട്ട് തരേണ്ടതായിരുന്നു. എല്ലാവരും തകർത്തെടുക്കുക. ഇത് മതിയോ? ഇത് ഭയങ്കര ആഴമല്ലേ? സ്കൈ നോക്ക്, സ്കൈ അതാ പറഞ്ഞത്. സ്കൈ നീ അവിടെ ചെറുതായിട്ട് എണീച്ചിരുന്ന എനിക്ക് ഇതിന്റെ വള്ളിയിൽ കൂടെ എടുക്കണം. ഇറങ്ങാൻ പറ്റുമോടെ? വിടുന്നവരുടെ ശ്രദ്ധയ്ക്ക് ബാക്കി ഇരിക്കുന്ന ഞങ്ങളുടെ മോന്തിക്ക് അടിക്കാതെ തട്ടി വിടണം. സൺസ്ക്രീൻ തേക്കാത്തോണ്ട് കരിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓവറോൾ അവർ ട്രിപ്പ് നല്ല എൻജോയ് ചെയ്തു. ഫുഡും യാത്രയും കുറേ വീഡിയോ എടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. 2 days എനിക്ക് പോകാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് ഗൈസ്. എന്നാലും ഞാൻ ആ വിഷമം അങ്ങോട്ട് സഹിച്ചു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.